തിങ്കളാഴ്ച 6:48 കൂടിയാണ് ഉളിയങ്കോവിലിൽ വിദ്യാർത്ഥിയെ വീട്ടിൽ കയറി കുത്തിക്കൊന്ന സംഭവമുണ്ടായത്. തേജസ് രാജ് എന്ന 22 വയസ്സുള്ള യുവാവ് തനിക്ക് പരിചയമുള്ള ഫെബിൻ ഗോമസ് എന്ന് പറയുന്ന 20 വയസ്സുള്ള ഫാത്തിമ മാതാ കോളേജിലെ 2ാം വർഷ BCA വിദ്യാർത്ഥിയെയാണ് അതിദാരുണമായി കുത്തി കൊലപ്പെടുത്തിയത്. ഫെബിൻ ഗോമസിൻ്റെ വീട്ടിലേക്ക് കാറിൽ പർദ്ദ അണിഞ്ഞ രീതിയിലാണ് തേജസ് രാജ് എത്തിയത്. ശേഷം വീട്ടിലേക്ക് ഇടിച്ചു കയറിയ ഇയാൾ ഫെബിൻ്റെ ദേഹത്തേക്ക് പെട്രോൾ ഒഴിക്കുകയായിരുന്നു. ഇത് കണ്ട ഫെബിൻ ഗോമസിൻ്റെ അച്ഛനായ ജോർജ് ഗോമസ് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയതോടുകൂടിയാണ് ഇയാൾ തൻ്റെ കയ്യിലുള്ള കത്തി കൊണ്ട് അതിദാരുണമായി ഫെബിൻ ഗോമസിനെ കുത്തി കൊലപ്പെടുത്തിയത്. തുടർന്ന് കുത്തുകൊണ്ട ഫെബിൻ നിലത്ത് വീഴുന്ന CCTV ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. തേജസ് രാജിൻ്റെ ആക്രമണത്തിൽ അച്ഛനായ ജോർജിനും കുത്തുകൊണ്ടിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത്. പർദ്ദയും ബുർക്കയും അണിഞ്ഞ് കയ്യിൽ 2 കുപ്പി പെട്രോളുമായാണ് ഫെബിൻ ഗോമസിൻ്റെ വീട്ടിലേക്ക് തേജസ് രാജ് എത്തിയത്. ഇതിനുശേഷം പ്രതിയായ തേജസ് രാജ് ചെയ്തതാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയത്. കൃത്യം ചെയ്തതിനു ശേഷം തേജസ് രാജ് താനെത്തിയ കാറിൽ കയറി രക്ഷപ്പെട്ടെത്തിയത് 3 കിലോമീറ്റർ അകലെയുള്ള ചെമ്മാൻമുക്ക് റെയിൽവേ ഓവർബ്രിഡ്ജിന് താഴെയാണ്. വാഹനം നിർത്തിയ ശേഷം തേജസ് കൈനരമ്പ് മുറിച്ച് വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങുകയായിരുന്നു. ഉടൻ തന്നെ അതുവഴി വന്ന ട്രെയിനിന് മുന്നിലേക്ക് ചാടി തേജസ് ജീവനൊടുക്കി എന്നുള്ള വാർത്തയും വലിയ നട്ടിൽ തന്നെയാണ് ഉണ്ടാക്കിയത്. തേജസ് സഞ്ചരിച്ചെത്തിയ കാറിൽ മുഴുവൻ രക്തമായിരുന്നു എന്നുള്ളതും പോലീസ് കണ്ടെത്തി. തേജസും ഫെബിനും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഇരുവരുടെയും കുടുംബവും ഇതുപോലെ തന്നെ പരിചയക്കാരായിരുന്നു. തേജസ് ഇത്തരമൊരു കൃത്യം ചെയ്യുവാനുള്ള കാരണത്തെക്കുറിച്ച് പറയുമ്പോൾ ഫെബിൻ്റെ സഹോദരിയുമായി ഇയാൾക്കുണ്ടായിരുന്ന അടുപ്പം, അതിൽ നിന്ന് സഹോദരി പിൻവാങ്ങിയതാണ് തേജസിന് ഫെബിനോടും കുടുംബത്തിനോടും വൈരാഗ്യമുണ്ടാവാൻ കാരണമെന്നാണ് അറിയാൻ സാധിച്ചത്. ഫെബിൻ്റെ സഹോദരിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്ന തേജസ് ഈയിടയ്ക്ക് സഹോദരി ആ ബന്ധത്തിൽ നിന്ന് വിട്ടുമാറി നിന്നതും ഇയാളിൽ മാനസികപരമായി പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയെന്നും വാർത്തകൾ വരുന്നുണ്ട്. രണ്ടുപേരും അടുപ്പമായിരിക്കെയാണ് ഫെബിൻ്റെ സഹോദരിക്ക് ബാങ്കിൽ ജോലി കിട്ടുന്നത്. ഇതോടെ സഹോദരി തേജസുമായുള്ള ബന്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. അതാണ് കൊലപാതകത്തിലേക്ക് വഴിവെച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. ആരെയും കണ്ടില്ല. ബൈക്കിൽ വന്നവരൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കുന്നതല്ലാതെ ആരും ഒന്നും ഇറങ്ങി വന്നില്ല. അപ്പോഴത്തേക്കും ബ്ലഡ് ഇങ്ങനെ വെള്ളം പോലെ ഒഴുകി അവർ ഓടി വന്ന് വീണ്. അപ്പോൾ ജോലി പറഞ്ഞ് എനിക്കും കുത്തുണ്ടെന്ന് ഓട്ടോയ്ക്കകത്ത് കൊണ്ടുവന്നപ്പോൾ തന്നെ അവന് അനക്കൊന്നും ഇല്ലായിരുന്നു. എനിക്ക് വയ്യ. എൻ്റെ കൊച്ചിന് വല്ലതും പറ്റുമോന്ന് എനിക്ക് തോന്നുന്നു. പർദ്ദ ഇട്ടാ മുഖം കണ്ട് വെളുത്തൊരു ചെറുക്കനാ അവർ കുസലില്ലാതെ നടന്നങ്ങ് പോയി. അപ്പോഴത്തേക്ക് അവൻ വീട് അവൻ നടന്നു പോയപ്പോഴത്തേക്കും അവൻ കുറച്ച് 2 ബൈക്കുകാരന്മാർക്ക് പറഞ്ഞപ്പോൾ അവരെല്ലാവരും സ്വയരക്ഷയല്ലേ നോക്കത്തുള്ളൂ. അപ്പോഴും ആലോചിച്ച് അകത്താകും. എന്ത് പറഞ്ഞ അവൻ വീട്ടിൽ വന്നേ? ഒന്നും അയാൾ സംസാരിച്ചില്ല. കോളിംഗ് ബെല്ലടിച്ചു. ഇതേകണക്ക് കോളിംഗ് ബെല്ലടിച്ചു. ഞങ്ങൾ തുറന്ന് അങ്ങനെ പട്ടി തുറന്ന് വിട്ടേക്ക് എപ്പോഴും. പക്ഷെ അപ്പോഴെന്തോ എൻ്റെ കസിൻ വന്നുകൊണ്ട് ഞങ്ങൾ കൂട്ടിലോട്ടാക്കിയതാണ്. അന്നേരം പിന്നെ കോളിംഗ് ബെല്ലടിച്ചിനെ അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കഥവ് തുറന്നിട്ട് പറഞ്ഞിട്ടാന്ന് ചോദിച്ചു. എന്താണെന്ന് ചോദിച്ചു. ഞാൻ അകത്തിരിക്കുമായിരുന്നു. അന്നേരം കാണാൻ ഇയാൾ ചാടി അകത്തോട്ടങ്ങ് കയറുക. ഇയാളാന്ന് പറഞ്ഞാൽ മുഖം കണ്ടോണ്ടാ എനിക്ക് പിന്നെ ഇയാളാന്ന് കയറുന്നു. അന്നേരം ഇയാളെന്തോ വെള്ളം ഇങ്ങനെ ഒഴിക്കുന്നു. പെട്രോൾ എന്തോ സ്മെല്ലുണ്ടായിരുന്നു. പെട്രോൾ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു.